എന്തായാലും കലക്കിടെ മോളെ. ആ കടുവയെ കൊണ്ട് നല്ലതൊന്ന് പറയിപ്പിച്ചല്ല നീ. ദേവസേ, നീ ശരിക്കും വിട്ടു. ഇനി ബാക്കിയുള്ള സബ്ജക്റ്റിൽ എങ്ങനെ മാർക്ക് കുറഞ്ഞാലുണ്ടല്ലോ. ഓരോന്ന് പറഞ്ഞ് അതിനെ പേടിപ്പിക്കാതെ. എന്തായാലും ക്ലാസ് കഴിഞ്ഞ നിലയ്ക്ക് ഞാൻ എന്നാ ചലിക്കട്ടെ. രാഹു പോവല്ലേ, ഞാനുണ്ട്. എന്നെ വീട്ടിലൊന്ന് ഡ്രോപ്പ് ചെയ്യും. അപ്പൊ ശരി എന്നാ മക്കളെ, എന്നാ നിങ്ങൾ ഹോസ്റ്റലിലോട്ട് വിട്ടോ. നിങ്ങൾ വിട്ടോ, എനിക്കൊരാളെ കാണാനും കൂടി ഉണ്ട്. എന്നിട്ട് വേണം ഹോസ്റ്റലിലോട്ട് പോകാൻ. എൻ്റെ മിതു, അങ്ങനെ ഞാൻ ആദ്യത്തെ കടമ്പ കടന്നു കിട്ടി. എന്തായാലും ഈ ഇംപ്രഷൻ നീ കളയാതെ നോക്കിക്കോ. ലിസമ്മോ, നീ ഇത് വല്ലത് കേൾക്കുന്നുണ്ടോ? അവളന്മാരുടെ ഒരു വർത്താനം. സാറുമാരെ കയ്യിലെടുക്കാൻ നോക്കുക രണ്ടും. അതിന് നിനക്കെന്താ? നീ എഡ്വിൻ സാറിനെ നോക്കുന്നുണ്ട്. ഞാൻ ആരെയാ നോക്കണേന്ന് നിനക്കറിഞ്ഞൂടെ? പിന്നെ ആ ദേവികയുടെ ഇംപ്രഷൻ ഉണ്ടല്ലോ, അത് ഞാൻ അങ്ങ് പൊളിച്ച് കൈ കൊടുക്കും. സാർ അവളെ നിർത്തി പൊരിക്കുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. എന്തിനാ വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നേ? നീ ഞങ്ങളുടെ ഗാങ് തന്നെയാണോ? എന്തായാലും വാ, അവളുമാരെന്താ സംസാരിക്കുന്നതെന്ന് കേൾക്കട്ടെ. ദിവസേ, കുറച്ച് നേരമായി ഇവിടെ നിൽക്കുന്നു. ഒരാള് വരാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആളെവിടെ? അതൊക്കെ ഉണ്ട്. ഏതെങ്കിലും ടീച്ചേഴ്സ് ഒന്നും ഇങ്ങോട്ട് വന്നോട്ടെ. ദിവസേ, നീ കിടന്ന് പെടാപ്പാട് പെടുന്നോണ്ട് ചോദിക്കും. നിനക്ക് നമ്മുടെ എഡ്വിൻ സാറിനെ എന്തൊരു ഇഷ്ടമുണ്ട്? ശരിക്കും ഇഷ്ടമാണോ നിനക്ക്? എൻ്റെ ജീവനേക്കാളേറെ. കണ്ട മാത്രയിൽ ഒരാളെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അറിയില്ല മിതു, എങ്ങനാ എപ്പോഴാ എന്നൊന്നും. പക്ഷേ എനിക്കൊന്നറിയാം, സാറിന് എനിക്ക് അത്ര ഇഷ്ടം. നിന്റെ കൂടെ എന്തിനും ഞാനുണ്ടാവും. എഡ്വിൻ സാറും ഞാനും നീയും അനിരുദ്ധേട്ടനും നമ്മൾ പൊളിക്കും. നിന്റെ കാര്യം ഓക്കെ, പക്ഷേ അനിരുദ്ധേട്ടൻ. എന്താ മിതു നീ ഇങ്ങനെ? അനിരുദ്ധേട്ടനൊരു പാവമായതുകൊണ്ടാണ് നിന്റെ പിന്നാലെ ഇപ്പോഴും ഇങ്ങനെ നടക്കുന്നേ. വന്നായിരുന്നു വീണ്ടും സ്റ്റിൽ ഐ ലവ് യു പറഞ്ഞു. നിനക്ക് വട്ട സ്നേഹിക്കാൻ അറിയാവുന്ന ഒരാളെ കിട്ടിയിട്ടും കണ്ണുളപ്പ കണ്ണിന്റെ വില അറിയില്ല എന്നല്ലേ? അനിരുദ്ധേട്ടനെങ്കിൽ എന്തെങ്കിലും പറ്റിയാലേ നീ. ദേവു പ്ലീസ് മാറ്റി, ഞാൻ ഹോസ്റ്റലിലോട്ട് പോവാം. ഇടി കള്ളിപ്പൂച്ചേ, നിന്നെ ഞാൻ എടുത്തോളാം. മായ മാം വരുന്നുണ്ടല്ലോ. മാം, അനിരുദ്ധ് സാറിനെ കണ്ടായിരുന്നോ? സാറ് സെക്കൻഡ് ഫ്ലോറിൽ ഉണ്ടായിരുന്നു. ദേവിക, എഡ്വിന്റെ സബ്ജക്റ്റ് മാത്രമല്ല ഞങ്ങളുടെ നന്നായി പഠിക്കണം കേട്ടോ. റോസ, നീ എന്തിനുള്ള പുറപ്പാടാ? എന്തിനീ സ്റ്റെപ്പിലൊക്കെ വെള്ളം ഒഴിച്ചു വെക്കുന്നത്? ഇപ്പൊ സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് പിള്ളേര് വരും, അവരിങ്ങനെ വീണാലോ? വീഴും. പിള്ളേരല്ല, അനിരുദ്ധ് സാറിനെ അന്വേഷിച്ചു വരുന്ന ദേവിക, അവള് വീഴും. എടിയത് വേണം, നിറയെ പിള്ളേരും സാറുമാരൊക്കെ വരും. അവള് നാണം കെടും. അതിനിപ്പം നിനക്കെന്താ? നീ ഇങ്ങോട്ട് മാറി നിൽക്ക്, അവള് വരുന്നുണ്ട്. തനിക്കിത് മാത്രമേ പണിയുള്ളൂ. ഈ വീഴ്ച കുറച്ചെങ്കിലും ശ്രദ്ധിക്കാൻ നോക്ക്. ഓ, എല്ലാവരും മുമ്പിൽ നാണം കേട്ടു. അങ്ങനെ വായിലിരിക്കുന്നതും കേട്ടു. ഓ, എൻ്റെ ഒരു അവസ്ഥ. ഇന്നത്തെ ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ കൊണ്ട് കളഞ്ഞല്ലോ എൻ്റെ ഈശ്വര. എന്നാലും ഞാൻ തളരൂല. ഈ കടുവാച്ചായനെ കൊണ്ടേ ഞാൻ പോകും.